എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ആ ലയന്റെ പുറത്ത് കയറി അങ്ങനെ വയലറ്റ് പെണ്ണിനെ രക്ഷിക്കാൻ പാഞ്ഞടുക്കും. ലൂഫി ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, വയലറ്റ് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഈ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു, തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും. ലൂഫി അത് വിളിച്ചു പറയേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് അവറ്റകളെല്ലാം ലൂഫിയുടെ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് ഓടിയെത്തുകയാണ്. ഇവിടെ ആ സാമുറായി പെണ്ണ് അവൾ ടെൻഷനായി ഇപ്പൊ ലൂഫിയുടെ വാ അതങ്ങനെ പൊത്തിപ്പിടിക്കും. നമ്മളിപ്പോ വലിയ ശബ്ദത്തിൽ ബഹളം വെച്ച അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുക വയലറ്റ് പെണ്ണിനെ തന്നെയായിരിക്കും. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവരുടെ ശ്രദ്ധ തെറ്റിച്ച് പ്രത്യേകിച്ച് ഫൈറ്റ് ഒന്നും ചെയ്യാതെ അകത്ത് കടന്ന് വയലറ്റ് പെണ്ണിനെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരണം. സാമുറായി പെണ്ണ് പറയുന്ന കാര്യത്തിൽ കുറച്ച് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ലൂഫി ആണെങ്കിൽ പതിയെ സൈലന്റ് ആവും. പക്ഷെ അപ്പോഴേക്കും ഉണ്ടായിരുന്ന വില്ലൻ സോൾജിയേഴ്സ് അവരാണെങ്കിൽ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ക്ലോസ് എത്തേണ്ട താമസം നമ്മുടെ ലൂഫി അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും ബോധം കെടുത്തി താഴേക്കിടും. സാമുറായി പെണ്ണിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, അവൾ വണ്ടർ അടിച്ച് ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കും. ലൂഫി ആണെങ്കിൽ ആ ലയണിനോട് മുൻപോട്ടേക്ക് പോവാൻ പറയും. അവൻ ഓരോ വീടാന്തരം ആ കുഞ്ഞു പെണ്ണ് അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ലയൺ അതങ്ങനെ ആ ഒരു ഗ്രാമത്തിലൂടെ പോകുന്നത് കണ്ട് ജനങ്ങളെല്ലാവരും കണ്ണിമ വെട്ടാതെ അവരെ തന്നെ നോക്കുകയാണ്. ഉടനെ ആ സാമുറായി ലേഡി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, ഇവിടെയുള്ള ഈ ജനങ്ങൾ അവർ 20 വർഷമായിട്ട് ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഒറോച്ചിയുടെ ആൾക്കാർ ഇവിടേക്ക് വന്ന് ഐലാൻഡിലുള്ള ഗ്രാമത്തിലുള്ള സാധാരണക്കാരെ എല്ലാം തന്നെ അടിച്ചോടിച്ച് ആ വേസ്റ്റ് ഐലാൻഡിലേക്ക് തള്ളിവിട്ടു. ഇവിടെ കച്ചവടം നടത്തിയിരുന്നവരെ മാത്രമാണ് അവരിവിടെ ജീവിക്കാനായിട്ട് അനുവദിച്ചത്. അതിനുശേഷം ആ വില്ലന്മാരാണ് ഈ ഒരു വില്ലേജ് ഭരിക്കുന്നതെന്ന് അവൾ പറയും. അവളങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് മുൻപോട്ടേക്ക് വരുമ്പോൾ സുമോ മാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരുത്തൻ അവൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ വരും. ലൂഫി ആണെങ്കിൽ സിമ്പിളായി ഒറ്റ വിരലുകൊണ്ട് അവനെ ക്യാച്ച് ചെയ്യും. അതിനുശേഷം ആ സുമോ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണ്. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് അത് മറ്റാരുമല്ല, സാമുറായി പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത അതേ ജയന്റ് മാൻ. അവനാണെങ്കിൽ വിജയശ്രീ ലാളിതനായി തുള്ളിച്ചാടും. അവിടെ ചുറ്റുമുള്ളവരാണെങ്കിൽ ഇപ്പൊ ആ ജയന്റിന് കട്ട സപ്പോർട്ട് കൊടുക്കും. ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും സുമോസ് ഉണ്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്യാം, ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയാണെങ്കിൽ 500 ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും വിളിച്ചു കൂവുകയാണ്. അത് കേൾക്കേണ്ട താമസം 2 ചെറിയ സുമോസ് അവറ്റകള് സ്റ്റേജിലേക്ക് ചാടി കയറി അവനെ ആഞ്ഞെട്ടിക്കും. പക്ഷെ ആ ജയന്റിനാണെങ്കിൽ ചെറിയൊരു കുലുക്കം പോലും സംഭവിക്കില്ല. ജയന്റ് കൈ മടക്കി അതിലൊരുത്തനെ അടിച്ച് തെറിപ്പിക്കും. അപ്പൊ വേറൊരുത്തനാണെങ്കിൽ വീണ്ടും ആ ജയന്റിനെ ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കും. അതിനാ ജയന്റ് ആണെങ്കിൽ അവനെയും നല്ല രീതിയിൽ ഒരു പാഠം പഠിപ്പിക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ആ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹം തോന്നും. മറ്റൊരു ഭാഗത്ത് ഡോക്ടർ ആണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്ത് തോറ്റവരും ചില പരിക്ക് പറ്റിയവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ പരിക്കുകൾ പറ്റിയെന്ന് ആളിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെ മത്സരം നടക്കുന്ന സ്ഥലത്താണെങ്കിൽ ജനങ്ങൾ ആ ജയന്റിന് വീണ്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ തവണ 2 പേരാണ് അവനോട് ഏറ്റുമുട്ടാൻ വന്നതെങ്കിൽ ഇത്തവണ 3 പേരാണ് അവനോട് ഏറ്റുമുട്ടാനായിട്ട് വരിക. നമ്മുടെ ആൾക്കാരും ഇപ്പോൾ ആ പ്ലേ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തേക്ക് എത്തി ആ ഫൈറ്റ് അത് നോക്കി നിൽക്കും. ആ ജയന്റ് ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, ആ 3 പേരെയും കൈ അങ്ങനെ മടക്കി ആഞ്ഞടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം നമ്മുടെ ആൾക്കാർ വന്ന ആ ലയണിനെ നോക്കുകയാണ്. അവന്റെ കണ്ണിൽ അപ്പോഴായിരിക്കും ആ സാമുറായി പെണ്ണ് പെടുക. അവളെ കാണേണ്ട താമസം അവൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. വാവ്, നീ എന്നെ തേടി ഇവിടെ വരെ എത്തിയല്ലേ, എനിക്ക് നന്നായിട്ട് അറിയുമായിരുന്നു നിനക്കെന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമാവുമെന്ന്. എൻ്റെ അത്രയും പവറും സുന്ദരനും സുമുഖനുമായ ഒരാൾ പോലും ഈ ലോകത്തില്ല, സോ ഞാനാണ് നിനക്ക് പറ്റിയ ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ വർണ്ണിച്ച് തള്ളും. അത് കേട്ട് അവൾക്ക് ദേഷ്യവും വെറുപ്പും പേടിയൊക്കെ തോന്നി. അവളാണെങ്കിൽ നൈസായി ഇപ്പൊ സോറോടെ പുറകിൽ മറഞ്ഞു നിൽക്കും. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും അത്ഭുതത്തോടു കൂടെ അവളെയും ആ ജയന്റിനെയും മാറി നോക്കും. ഓ മൈ ഗോഡ്, ഇത്രയും ചുന്ദരിയായ പെണ്ണാണോ ഈ തവളെ പോലിരിക്കുന്ന സുമോയെ വിവാഹം ചെയ്യാൻ പോകുന്നത്? അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ജയന്റ് ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് തള്ളി മറിക്കുകയാണ്. അവൻ നമ്മുടെ സാമുറായി പെണ്ണ് അവളിപ്പോ അവനോടുള്ള പ്രണയത്താൽ പരവശയായി അവനെ തേടി വന്നു എന്നായിരിക്കും അവൻ എല്ലാവരോടും പറയുക. അതിന് കാരണം മറ്റൊന്നുമല്ല, ലാസ്റ്റ് ടൈം അവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സുമോ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവന് ഇഷ്ടമാണെങ്കിൽ അവളോട് അവൻ്റെ അടുത്തേക്ക് വരാനായിട്ടാണ് അവൻ പറഞ്ഞത്. സോ അതനുസരിച്ച് അവൾ എത്തിയെന്നാണ് അവൻ മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ ആശ്വസിച്ച് നിൽക്കുക. ഇവിടെ സോൾ റിപ്പർ പെണ്ണാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അവൾ പതിയെ നമ്മുടെ സോറോയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കും. സോറോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല,
അവൻ ഒരിക്കലും നിന്റെ 7 അയലത്ത് പോലും എത്തില്ല എന്ന് പറഞ്ഞ് അവളെ അവൻ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ നിങ്ങൾ ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെയുള്ള ചിലർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. വയലറ്റ് പെൺകുട്ടി, അവൾ എവിടെയാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. സോ ഈ ഗ്രാമത്തിലെ ഗ്രാമമുഖ്യനെ ആളെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കണം. സോ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. പക്ഷെ ആ ഗ്രാമത്തിലുള്ളവരാരും ലൂഫിയുടെ റിക്വസ്റ്റ് മൈൻഡ് പോലും ചെയ്യില്ല. അവരാണെങ്കിൽ അപ്പോഴും എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ജയന്റ് ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻസിനോട് പറയും, ആ സുന്ദരി പെണ്ണ് സപ്ലയർ അവൾ എന്നെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. സോ എത്രയും വേഗം ഉപചാരപൂർവ്വം അവളെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. എത്രയും വേഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിച്ച് ഒരു മധുവിധം ആഘോഷിക്കണം. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണെന്ന് മനസ്സിലാവും. എത്രയും വേഗം അവിടുന്ന് പോയിട്ടില്ല എങ്കിൽ ഒരുപാട് നേരം ഫൈറ്റിട്ട് അവരുടെ കുറേ സമയം അവിടെ വേസ്റ്റ് ആവും. സോ അവരാണെങ്കിൽ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേക്കും അവൻ്റെ അസിസ്റ്റൻസ് നമ്മുടെ ആൾക്കാരെ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. സോറോയും ലൂഫി ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവറ്റകളുമായിട്ട് ഫൈറ്റ് തുടങ്ങും. അതിലൊരുത്തനാണെങ്കിൽ ലേഡി സാമുറായെ പിടിച്ചു വലിക്കുകയാണ്. ഓരോ ആണെങ്കിൽ ഇപ്പം അവളെ തന്നെ നോക്കി പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അവനാണെങ്കിൽ അവൻ്റെ 2 ഫ്രണ്ട്സുകളെ വിളിച്ച് അവളെ തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകും. മെയിൻ ജയന്റിൻ്റെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുപോവാണ്. ലൂഫി ആണെങ്കിൽ ടെൻഷനാവും. സോറോ, നീ അത് കാണുന്നില്ലേ? അവളെ എത്രയും വേഗം രക്ഷിക്കണം. പക്ഷെ സോറോയ്ക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് നല്ല പവറുണ്ട്. അവള് ഒരു ലേഡി സാമുറായാണ്. അവളുടെ കയ്യിൽ സ്ക്വാഡും ഉണ്ട്. സോ അവളെ രക്ഷിക്കാൻ നമ്മുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവളെ തന്നെ നോക്കും. ആ സുമോസ് 3 പേരും ചേർന്ന് ഇപ്പൊ അവളെ ആ ജയന്റിന്റെ മുൻപിലേക്ക് അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അവളെ കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും, ഇവൾ ആ വേസ്റ്റ് വില്ലേജിലെ പെണ്ണാണ്. ഒരു കാരണവശാലും ഇവളെ ഇവിടെ നിർത്താനായിട്ട് പാടില്ല. ഇവളും അവരെ പോലെ തന്നെ വെറും വേസ്റ്റ് ആണ്. എത്രയും വേഗം ഇവിടുന്ന് ഇവളെ തുരത്തി ഓടിക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ശബ്ദം ഉയർത്തും. ആ ജയന്റിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. അവളൊരു നിസ്സാര യുവതിയല്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സാമുറായി ആണ്. ഒരു സാമുറായെ കുറിച്ചാണോ ഇത്രയും ബാഡായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? അവളെ കുറ്റം പറയാൻ നിങ്ങൾ എല്ലാവരും അവളെ കഴിഞ്ഞും യോഗ്യത ഉള്ളവരാണോ എന്നൊക്കെ ചോദിച്ച് അവനാണെങ്കിൽ പ്രണയ നിർഭരനായി ഇപ്പോൾ നമ്മുടെ സാമുറായി പെണ്ണിന്റെ തൊട്ടടുത്തേക്ക് വരും. കൺട്രോൾ പോയ സാമുറായി പെണ്ണ് അവളൊരു പുലിക്കുട്ടിയായി മാറി അവളുടെ സ്ക്വാഡ് എടുത്ത് ആദ്യം അവന്റെ തലയിലെ കുടുമ അത് തന്നെ വെട്ടിയെറിയാണ്. ജനങ്ങളെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ആ ജയന്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. കാരണം അവന് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻസൾട്ടാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ലൂഫിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അവനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ആ ജയന്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട്, യു ബ്ലഡി ചീറ്റ്, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് അവന്റെ കൈ നീട്ടി അവളെ അടിക്കാനായിട്ട് അങ്ങനെ ആഞ്ഞു വരികയാണ്. അവളാണെങ്കിൽ കൈ 2 മുഖത്തോട് ചേർത്ത് അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കും. അവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പോലും അവള് അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ കൈ അങ്ങനെ ക്ലോസ് എത്തേണ്ട താമസം നമ്മുടെ ലൂഫി അവന്റെ കൈ കൊണ്ടുവന്ന് അവന്റെ ജയന്റ് കൈ അങ്ങനെ ബ്ലോക്ക് ചെയ്യും. ആ ജയന്റ് ആണെങ്കിൽ അവന്റെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ചായിരിക്കും അറ്റാക്ക് ചെയ്യുക. പക്ഷേ ലൂഫി ആണെങ്കിൽ അവന്റെ കുറച്ച് ശക്തി മാത്രം ഉപയോഗിച്ച് ആ ജയന്റിന്റെ പഞ്ചിനെ ഈസി ആയിട്ട് അങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.